ഇന്നലെ പറഞ്ഞ പൈപ്പ് ഹൈടെക് പൈപ്പിൽ ഇൻട്രാഡേയിൽ തന്നെ മോർ ദാൻ 10% ടാർഗറ്റ് അച്ചീവ് ചെയ്തു. രണ്ട് ടാർഗറ്റും സെയിം ഡേ തന്നെ ഹിറ്റ് ചെയ്തു. 123 ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ്. സോ ഇന്ന് എക്സാക്ട്ലി 123.30 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹൈടെക് പൈപ്സ്. സജസ്റ്റഡ് പ്രൈസ് 109 ആയിരുന്നു. ഓപ്പൺ ചെയ്ത് 110. സോ ഓപ്പൺ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 11% സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ രണ്ട് ടാർഗറ്റും ഹൈടെക് പൈപ്സിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് വോളിയത്തോടു കൂടിയ ഒരു ഹൈ മൊമെന്റം ഉള്ള ഒരു മൂവ് ആയിരുന്നു ഹൈടെക് പൈപ്സിൽ എന്ന് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഇൻട്രാഡേ പിക്സ് നോക്കാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇന്നലത്തെ ഇൻട്രാഡേ പിക്സിൽ PNB ഹൗസിംഗിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. PNB ഹൗസിംഗിന്റെ 15 മിനിറ്റ് ചാർട്ട് 845 ആയിരുന്നു ബ്രേക്ക് ലെവൽ. സോ 845 ബ്രേക്ക് ചെയ്ത് ഹൈ പോയത് 867 വരെയാണ് PNB ഹൗസിംഗിൽ. ആക്സിസ് ബാങ്കിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. 1130 ആണ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തത്. സോ ഹൈ പോയിരിക്കുന്നത് 1134 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ നമ്മുടെ ലെവൽ ആക്റ്റീവിലായിരുന്നു. 860.2 ആയിരുന്നു. സോ സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് SBIയിൽ ഉണ്ടായിരിക്കുന്നത്. ഡൽഹി വെറി ലിമിറ്റഡ് ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് ആണ്. നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു. ഇനിഷ്യൽ ക്യാൻഡിൽ 489 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി വെറിയിൽ. 485 ആയിരുന്നു നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലീഡിംഗ് സെക്ടർ ഫാർമയാണ്. സെക്കൻഡ് വൺ ഈസ് IT, തേർഡ് വൺ ഈസ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്. ഈ 3 സെക്ടറാണ് മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തത്. നെഗറ്റീവ് ക്ലോസിംഗ് ഉള്ളത് PSU, കൺസ്ട്രക്ഷൻ ആൻഡ് മീഡിയ സെക്ടർ. ബ്രോഡർ ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. നിഫ്റ്റി, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, സെൻസെക്സ് എല്ലാം ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ. LTP is greater than R1. ഹൈ DVM സ്കോർ ഉള്ള ഒരു കമ്പനിയും കൂടിയാണിത്. ബെഞ്ചമിൻ ഗ്രഹാമിന്റെ വാല്യൂ സ്ക്രീനർ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ്. 30-day SMA ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. 200 SMA. ന്യൂ അഫോർഡബിൾ സ്റ്റോക്ക് വിത്ത് ഗുഡ് ഫിനാൻഷ്യൽസ്. പ്രൈസിന്റെ മൊമെന്റം നോക്കുകയാണെങ്കിൽ പ്രൈസ് സ്ട്രോങ് മൊമെന്റം ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രൈസ് അബൌവ് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. ആനുവൽ പ്രോഫിറ്റ് കമ്പനിയുടെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഹൈ മൊമെന്റം സ്കോർ ഉള്ള ഒരു കമ്പനിയാണ്. ടെക്നിക്കൽ സ്കോർ ഗ്രേറ്റർ ദാൻ 50. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവ്ലി യൂസിങ് ഇറ്റ്സ് ക്യാപിറ്റൽ ടു ജനറേറ്റ് പ്രോഫിറ്റ്. ROC, ROE ആൻഡ് ROE ഇത് മൂന്നും കമ്പനിയുടെ ഇംപ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് 2 year. ഗ്രോത്ത് ഇൻ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. റവന്യൂ കമ്പനിയുടെ ഇൻക്രീസ് ആവുന്നുണ്ട് ഫോർ ദ പാസ്റ്റ് 3 quarters. അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ്സും ഇംപ്രൂവ് ആവുന്നുണ്ട്. കമ്പനി വിത്ത് 0 പ്രൊമോട്ടർ പ്ലെഡ്ജ്. സോ പ്രൊമോട്ടേഴ്സ് 0 ഒരു പ്ലെഡ്ജ് ഒന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നും തന്നെ പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്, ഹൈ വോളിയം, ഹൈ ഗെയിൻ ഉള്ള സ്റ്റോക്കും കൂടിയാണ്. ഇതിന്റെ DVM സ്കോർ നോക്കുകയാണെങ്കിൽ 80 ആണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ് ഇതിൽ. മൊമെന്റം സ്കോർ ക്ലിയർലി ബുള്ളിഷ്. സ്റ്റോക്കിന്റെ പേര് സീക്വന്റ് ആണ്. സീക്വന്റ് സയന്റിഫിക് ലിമിറ്റഡ് ഫാർമ കമ്പനിയാണ്. ഇൻഡസ്ട്രി വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ബയോടെക്നോളജി. സീക്വന്റ് സയന്റിഫിക്കിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. സീക്വന്റ് സയന്റിഫിക്കിൽ ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ആണ്. സോ ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് 27 September 2024. സോ ഓൾമോസ്റ്റ് 1 ഇയറിന്റെ ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇത് റീസെന്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 198.5 ആണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ മൾട്ടിപ്പിൾ പാറ്റേൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഇൻവേർട്ടഡ് HNS, അതേപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, സ്ലൈറ്റ്ലി ഒരു കപ്പ് ഷേപ്പ് ഫോർമേഷൻ. ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കുന്നത് 210, 224. രണ്ട് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് 210 ആയിരിക്കും. സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് 224. ഷോർട്ട് ടൈം ടാർഗറ്റ് 210, മീഡിയം ടൈം 224 ആണ് ടാർഗറ്റ്. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 187 ഡെയിലി ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്.
സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. സീക്വൻസ് സയന്റിഫിക് ലിമിറ്റഡ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാം. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എക്സൈഡിന്റെ 15 മിനിറ്റ് ചാർട്ട്. എക്സൈഡ് എക്സാക്ട്ലി ഒരു ചാനൽ ഫോർമേഷനിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. 426.2 ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 420 ആണ്. 420 ലെവൽ ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എക്സൈഡ് ഇൻഡസ്ട്രീസിൽ. സോനാകോംസ് ആണ് അടുത്ത്. സോനാകോംസ് ഈ ഒരു ചാനൽ ഫോർമേഷനിൽ മൂവ് ചെയ്യാണ്. 442 ബ്രേക്ക്ഔട്ട് ലെവൽ ആയിരിക്കും. 442 ബ്രേക്ക് ചെയ്താൽ 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 436 ആണ്. 436 ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് സോനാകോംസിൽ. VBL, വരുൺ ബെവറേജസ്. VBL 477 ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാം. 477 ബ്രേക്ക് ചെയ്താൽ 4 പോയിന്റ്സ് ടാർഗറ്റ്, 4 to 5 പോയിന്റ്സിന്റെ ടാർഗറ്റ്. 477 ആണ് ബ്രേക്ക്ഔട്ട് ലെവൽ. 482 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 467 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് അറൌണ്ട് 462 വരെ ടാർഗറ്റ് ആയിരിക്കും VBL. IRCTC ആണ് നെക്സ്റ്റ്. IRCTC വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ചാനൽ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. സോ 736 ബ്രേക്ക്ഔട്ട് ലെവലാണ്. 736 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. ടാർഗറ്റ് ആയിട്ട് 6 to 7 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് IRCTC. IRCTC ഷോർട്ടിംഗ് ലെവൽ 729, ടാർഗറ്റ് 723 ആയിരിക്കും ഷോർട്ടിംഗ് ടാർഗറ്റ്. ഇൻട്രാഡേ പിക്കിലെ ലാസ്റ്റ് വൺ ഫോർട്ടിസ് ആണ്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ. ഫോർട്ടിസിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്ക് ബൗൺസ് ചെയ്തിരിക്കുന്നത്. സോ 971 ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാം. 971 ബ്രേക്ക് ചെയ്താൽ 9 പോയിന്റ്സിന്റെ ടാർഗറ്റ്, 980 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 959 ബ്രേക്ക് ആയാൽ 8 to 9 പോയിന്റ്സിന്റെ ടാർഗറ്റ്, 951 വരെ ടാർഗറ്റ് ആയിരിക്കും ഫോർട്ടിസ് ഹെൽത്ത് കെയർ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.